ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഏറ്റവും പുതിയ റിലീസ് ചെയ്ത പടമാണ് ബ്രോമൻസ്. അപ്പോൾ ഇതിന്റെ ക്യാമറയുടെ മുമ്പിലുള്ളവരും ക്യാമറയുടെ പിറകിലുള്ളവരൊക്കെ ആയിട്ട് ഒരു വലിയൊരു ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടം കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലായിരുന്നു. അപ്പോൾ ക്യാമറയുടെ മുമ്പിലായിട്ട് നമ്മുടെ അർജുന അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യു തോമസ്, കലാഭവൻ ഷാജോൺ, ബിനു പപ്പു, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്, അങ്ങനെ ഒരു വലിയ തരനിരയുണ്ട്. ക്യാമറയുടെ പിറകിലേക്ക് പോകുമ്പോഴേക്കും അരുൺ ഡി ജോസ് ആണ് ഈ പടത്തിന്റെ ഡയറക്ടർ. പുള്ളിയുടെ മുമ്പത്തെ പടം വരുന്ന മറ്റേ 18+ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നെസ്ലിന്റെ പടം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഈ മാത്യുവിനെ നിഖിലിനെ വെച്ചിട്ട് ജോവാൻ ജോ എന്നൊരു പടം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ ആഷിഖ് ഉസ്മാൻ ആണ്. നമ്മുടെ തല്ലുമാല, ഇപ്പോൾ ആസിഫ് അലിയുടെയും സുരാജിന്റെയും ലേറ്റസ്റ്റ് ഓട്ടിട്ട് ഇറങ്ങിയ അമീഗോസ്, ഡി അമീഗോസിന്റെ ഒക്കെ പ്രൊഡ്യൂസർ. പിന്നെ ഇതിന്റെ മ്യൂസിക് ഒക്കെ നമ്മുടെ 96ന്റെ ഒക്കെ നമ്മുടെ ചങ്കായ തൈക്കുടം ബ്രിഡ്ജിലെ ഗോവിന്ദ് വസന്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു ടീമിന്റെ ഒരു കൂട്ടായ്മ ആകുമ്പോഴേക്കും വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ സിനിമ കാണാനായിട്ട്. ഒരിക്കലും ആ ഒരു പ്രതീക്ഷ അവർ തെറ്റിച്ചില്ല എന്ന് പറയാം. എന്നാൽ വലിയൊരു വൺ എന്റർടൈനർ ആണെന്ന് അവകാശപ്പെടുന്നില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ ഒരു പോപ്കോൺ ഒക്കെ പോയി മേടിച്ചിട്ടൊക്കെ പോയിരുന്ന് കണ്ടുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു മൂവി. അപ്പോൾ ഇതിന്റെ പ്രൊമോഷൻ ടൈമിൽ ഇവർ പറഞ്ഞ മാതിരി ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറിനെ കാണാതാവുന്നതും പുള്ളിയുടെ അനിയനും കൂട്ടുകാരും കൂടി പുള്ളി അന്വേഷിച്ച് കണ്ടെത്തുന്നതും അതാണ് ഇതിന്റെ കഥാതന്തു. അതിങ്ങനെ കുറേ ഇൻസിഡന്റിലൂടെ കടന്നുപോയി. അത്യാവശ്യം നമുക്ക് ചിരിക്കാനും നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. നല്ല കളർഫുൾ ആയിട്ടാണ്. നല്ലൊരു ദൃശ്യാനുഭവം വരുന്നത് എനിക്ക്. ഇതിനകത്ത് പറയേണ്ടത് നമ്മുടെ സംഗീത് പ്രതാപിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ അമൽ ഡേവിസ് പ്രേമലുവിലെ, നമ്മുടെ മാത്യു വന്ന്, അർജുന അശോകൻ വന്ന്, നമ്മുടെ ശ്യാം മോഹൻ, നമ്മുടെ JK വന്ന്, അമൽ ഡേവിസ് വന്നപ്പോൾ തിയേറ്ററിൽ ഒരു കയ്യടി ഉണ്ടായിരുന്നു മോനെ. അമൽ ഡേവിസ് വന്നതോടുകൂടി പടം വേറൊരു ട്രാക്കിലോട്ട്, ഒരു ഫസ്റ്റ് ഹാഫ് തുടങ്ങി അമൽ ഡേവിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പടം വേറെ ലെവലിലേക്കാണ് പോകുന്നത്. അമൽ ഡേവിസിന്റെ ഒരു ഒറ്റയാളഴിഞ്ഞാട്ടം എന്ന് പറയാം. പുള്ളിയാണ് പടത്തെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. പുള്ളി നായകനാണ് ഇപ്പോഴും അമൽ ഡേവിസ് ആണ്. അമൽ ഡേവിസ് എന്ന് പറയുന്നത് സംഗീത് പ്രതാപാണ് ഈ പടത്തിൽ സ്കോർ ചെയ്യുന്നത്. അമൽ ഡേവിസ് എന്നുള്ളത് നമ്മൾ പ്രേമിൽ പറഞ്ഞിട്ട് പുള്ളിയുടെ പേര് നമ്മുടെ മനസ്സിലങ്ങനെ ആയതുകൊണ്ടാട്ടോ. കിഡിലായിട്ട് പുള്ളിയുടെ സ്കോറിങ്. സെക്കൻഡ് ഹാഫിലേക്ക് ഒരു സാധനം ഉണ്ട്. ഈ സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്യാൻ വന്നേക്കുന്നത് എന്തൊക്കെ വന്നിട്ടൊക്കെ അമൽ ഡേവിസ് നല്ല അടിപൊളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് എനിക്ക് എടുത്തിട്ടുണ്ട് റോള് കലാഭവൻ ഷാജോന്റെയാണ്. ഒരു ഗുണ്ട, ഒരു ഡോൺ, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിലാണ് പുള്ളി നല്ല അടിപൊളി. കുറെ നാൾക്ക് ശേഷം പുള്ളിന് അങ്ങനത്തെ റോളിൽ ഇത്തിരി സീരിയസും ആണ്, എന്നാൽ ഇത്തിരി കോമഡി ഉണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ മഹിമ നമ്പ്യാർ നല്ല അടിപൊളിയായിട്ട് പടത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ചില ഒരു വാക്കേറ്റ മനസ്സിലൊക്കെ പുള്ളിക്കാരുടെ ആ കാസർഗോഡ് സ്ലാങ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പറയുന്നതൊക്കെ നല്ല രീതിയിൽ തിയേറ്ററിൽ ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാത്യു തോമസിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഇത്തിരി ഓവറായിട്ട് ഫീൽ ചെയ്തു പേഴ്സണലി. കാരണം പുള്ളിക്കൊരു ദേഷ്യം പറഞ്ഞ സീനൊക്കെ ഉണ്ട്. അതൊരു റിപ്പീറ്റ് വൈസ് കാണുമ്പോൾ നമുക്ക് ഇവൻ എന്താണ് ഇങ്ങനെ അങ്ങനെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അതൊരു ഫസ്റ്റ് ഹാഫിലൊരു സീനുണ്ട്, പുള്ളിനെ കൊണ്ട് ഒരു പോലീസുകാരൻ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്. അത് കണ്ടപ്പോഴേക്കും എനിക്ക് പുള്ളി ഒരു ഫീൽ അടിച്ചു. അയ്യോ, അങ്ങനെ സാധനം പുള്ളി ചെയ്തല്ലോ. ആസ് ആക്ടർ പുള്ളി ചെയ്യണം എങ്കിൽ പോലും പുള്ളി അത് ചെയ്തല്ലോ. അത് നമുക്കൊരു മനസ്സിൽ ഇത്തിരി വേദനയോടുകൂടി കാണാൻ പറ്റുന്ന സാധനമാണ്. അത് കിഡിലായിട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ അർജുന അശോകൻ ഇതേപോലെ ഒരു സപ്പോർട്ടിങ് റോൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ആരാണ് നായകൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരൊരു ഗ്യാങ് ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്കോർ ചെയ്താണ് പടം പോണത്. പിന്നെ നമ്മുടെ JK ശ്യാം മോഹൻ, പുള്ളി ത്രൂ ഔട്ട് റോളല്ല, ഫസ്റ്റ് കുറച്ച് പിന്നെ ക്ലൈമാക്സിൽ അങ്ങനെ ഒരു റോളാണ്. എങ്കിലും പുള്ളിയുടെ ഒരു പോർഷൻ പുള്ളി തന്നെ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ അടുത്ത് പാട്ടുകൾ ഗോവിന്ദ് വസ്തുക്കൾ നല്ലതാണ്. കുറെ ബാക്ക്ഗ്രൗണ്ട് സാധനമൊക്കെ നല്ല കിഡിലായിരുന്നു. പിന്നെ ഒരു കല്യാണത്തിന്റെ കൂർക്കിലൊക്കെ ഡാൻസ് അത് യൂട്യൂബിൽ വന്നിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു. ആക്ഷൻ ഉണ്ട്, അതും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പറയണ പോലെ ഒരു റോം കോം എന്നൊക്കെ പറഞ്ഞ ഒരു ബ്രോകോം, അതായത് ബ്രോയും റൊമാൻസും ഒക്കെ വന്നിട്ട് ഒരു അടിപൊളി കോമഡി പടമായിട്ട് നമുക്കിത് കാണാം. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേയിൽ പടം എനിക്ക് ഓക്കെ, നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി കാണാനുള്ള മുതലുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു. അത് OTTയിലൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു കൂട്ടുകാരൊക്കെ ഇടപെട്ട് നമുക്ക് ചിരിച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് വരാം. ഒരിക്കലും നിങ്ങളുടെ പൈസ നഷ്ടമാവത്തില്ല ഈ പടത്തിന്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രോമൻസിനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എൻ്റെ അഭിപ്രായം മാത്രം കണ്ട് തിയേറ്ററിൽ പോയി പടം കാണുന്നവർക്ക് അതൊരു സഹായകരമാവും. ഇനി പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എൻ്റെ കമൻറ്റിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യുക. അപ്പോൾ അടുത്ത റിവ്യൂയും അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.